നല്ല കിടിലൻ രുചിയിൽ നമുക്ക് പടവലം കൊണ്ട് ഒരു അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പടവലയ്ക്ക് നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു സവോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യമായ 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഈ നന്നായിട്ട് അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പടവലങ്ങ റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.